പ്രൈഡ്, അഹങ്കാരം. കഴിഞ്ഞ ദിവസവും പ്രൈഡിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വാർ എഗൻസ്റ്റ് പ്രൈഡ്, അഹങ്കാരത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ് തുടങ്ങുന്നത്. അപ്പം ഇതൊരു ദുരാത്മാവാണെന്നും ഇത് നമ്മളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ട, കാരണം ഇത് നാശമാണ്. നാശത്തിന് മുൻപേ ഗർവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാശമായത് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ദ റൂട്ട് ഓഫ് ഹിപ്പോക്രസി ഈസ് പ്രൈഡ്. നമ്മൾ പറഞ്ഞല്ലോ, എന്നിൽ കാപഠ്യ സ്വഭാവമാണ് പ്രൈഡ് കൊണ്ടുണ്ടാകുന്നത്. ഞാനെന്നത് മനസ്സിലാക്കാതിരിക്കാൻ ഓവർ കോൺഫിഡൻസ് വരും, സെൽഫ് പിറ്റിയും വരും. അതായത് പ്രൈഡ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ, ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് ആർ സട്ടിൽ, ഓഫൺ ഇറ്റ് ഡു നോട്ട് ലുക്ക് ലൈക്ക് അറഗൻസ്. അതായത് ഈ പ്രൈഡ് എന്ന് പറയുന്നത് എന്നിലുള്ള ഒരു കാപട്യ സ്വഭാവമാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ സമയമെടുക്കും. അത് നമുക്കെല്ലാം മറ്റുള്ളവർ നമ്മളെ മാനിക്കണമെന്നും കരുതണമെന്നും ഒക്കെ എല്ലാ ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഈവൻ കൊച്ചു പിള്ളേർക്ക് വരെ അതുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് വേണേലും അമ്മയപ്പന്മാർ പറഞ്ഞ് ചെയ്യാൻ തയ്യാറാവും. നല്ലത് പഠിപ്പിച്ചവർ നല്ലത് ചെയ്യും, തിന്മ പഠിപ്പിച്ച് തിന്മ തന്നെ അവർ റിപ്പീറ്റ് ചെയ്യും. അപ്പന് വേണ്ടി കള്ളം കട്ടെടുക്കുന്ന മക്കളില്ലേ, അപ്പന്മാർ പറയുന്നതനുസരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കും. അതൊക്കെ എന്താ പഠിപ്പിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പം ഈ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പ്രൈഡ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ, ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ ഇസ് സട്ടിൽ ആൻഡ് ഓഫൻ ഡു നോട്ട് ലുക്ക് ലൈക്ക് അറഗൻസ്. അതൊരു അറഗൻ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. ഞാനങ്ങ് ബോസ്റ്റ് ചെയ്യാണ്. അതായത് ഞാനീ നേടിയതെല്ലാം എൻ്റെ കഴിവുകൊണ്ട്. അത് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുന്ന മക്കളിലാണ് ഏറ്റവും കൂടുതൽ. ആൺമക്കളിലും പെൺമക്കളിലും അവർ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറി അവരുടെ കയ്യിൽ കാശ് വരുമ്പോഴത്തേക്ക് ദേ ഷോ ദെയർ റിയൽ ക്യാരക്ടർ. എനിക്കിപ്പോൾ സ്വന്തം കാശുണ്ട്. പിന്നെ അത് അവരുടെ കാശാണ്. അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി അതിൻ്റെ ആദ്യത്തെ ഒരു ശമ്പളം കൊണ്ട് അപ്പനെ അമ്മയെ കൊണ്ട് ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ദൈവത്തിനൊരു ഭാഗം കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് പലരും ചിന്തിക്കുന്നില്ല ഈ കാലങ്ങളിൽ. എന്നാൽ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി വെച്ച് ദൈവം എനിക്ക് തന്നതിൻ്റെ ഒരു വീതം ഞാൻ അപ്പനും അമ്മയും കൊണ്ട് കൊടുക്കുന്നു. അവർക്ക് വേണോ വേണ്ട എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. അതുപോലെ തന്നെ ദൈവത്തിന് മുമ്പിലും കൊണ്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുമ്പം അവിടെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകും. അവിടെ ബോസ്റ്റിങ് വരുന്നില്ല. അപ്പം ഇതെല്ലാം എൻ്റേതാണ്, എൻ്റെ സാമ്രാജ്യം. ഇത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അറഗൻസ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ചിന്ത, എൻ്റെ ഭവനം, എൻ്റെ വീട്, എൻ്റെ കാറ് ഇങ്ങനെയായി മാറുകയാണ്. അതാണിപ്പോൾ പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡിലൊക്കെ പണ്ടൊക്കെ കാറൊന്ന് ചെറുതായിട്ടൊന്ന് ഉരഞ്ഞാൽ നമ്മളവിടെ നിൽക്കും, മറ്റുള്ളവർ വന്ന് വഴക്കുണ്ടാക്കും, അല്ല നമ്മൾ എങ്ങനെയാലും പറഞ്ഞ് നമ്മൾ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സൗമ്യതമാക്കി വിടും. പക്ഷേ ഇപ്പോഴോ കാറിൻ്റെ പുറത്തെങ്ങാണൊന്ന് തൊട്ടുപോയെങ്കിൽ നമുക്ക് പേടിയാണ്. ഒന്നാമത് കാറിന് വിലയുണ്ട്, പെയിൻറ്റ് ചെയ്യാൻ കാശ് എക്സ്പെൻസീവ്. പക്ഷേ അറിഞ്ഞോ അറിയാതെ ഒന്ന് തൊട്ടുപോയെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗർവിൻ്റെ ആ ഒരു ശബ്ദം പുറത്തോട്ട് വരുന്നത് കാണുമ്പം അത് പണമുള്ളവർക്ക് തന്നെയല്ല, ഏറ്റവും കൂടുതൽ കാണിക്കുന്ന നമ്മൾ നോക്കി ബസ് ഓടിക്കുന്നവർ, അതുപോലെ ഓരോ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരൊക്കെ അത് കാണിക്കുന്നതാണ്. നമുക്ക് അവരിലുള്ള അഹങ്കാരത്തിൻ്റെ ആ ഒരു ലെവല് ചെറുതൊന്നുമല്ല. ഉള്ളിൽ ദൈവാത്മാവുള്ളവർക്കല്ലേ ഇത് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഇത് തീർത്തും മനസ്സിലാക്കിക്കാൻ കഴിവുള്ളൊരു ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ടാകും, പഠിപ്പിച്ചെടുക്കും. അപ്പം ബോസ്റ്റിംഗ് ഈസ് ദ റെസ്പോൺസ് ഓഫ് പ്രൈഡ് ടു സക്സസ്. അതായത് എനിക്ക് ജയം കിട്ടിയതിൻ്റെ അതിൻ്റെ ഒരു മഹത്വം പറയുന്നതിൽ ഒരു ഗമയുണ്ട്. ഞാൻ എൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കിയതാണ്. ചിലർ പറയും ഞാൻ വന്നപ്പോൾ ഒന്നും ഇല്ലാന്ന്. ശരിയാ, രണ്ട് തരത്തിൽ പറയാം. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് അത് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഞാനിതെല്ലാം എൻ്റേതാണ്. അവിടെ പ്രൈഡാണ്. എന്നാൽ സെൽഫ് പിറ്റി ഉണ്ട്. ഇസ് ദ റെസ്പോൺസ് ഓഫ് പ്രൈഡ് ടു സഫറിങ്. സെൽഫ് പിറ്റി, അതായത് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി സംസാരിക്കും. ആ താഴ്ത്തി സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് താഴ്ത്തി സംസാരിക്കാൻ ആഗ്രഹമായിട്ടല്ല, അവർക്ക് വലിയ കാര്യം ചെയ്യാൻ ഒത്തില്ല. അതുകൊണ്ട് അവരെ തന്നെ മറ്റുള്ളവരുടെ സഹതാപം കിട്ടാൻ വേണ്ടി തന്നെ താഴ്ത്തി പറയും. അപ്പോൾ അവിടെ ഒരു ഒളിച്ചുകളിയാണ്. അപ്പോൾ സെൽഫ് പിറ്റി എന്ന് പറയുന്നത് ഈസ് ദ റെസ്പോൺസ് ഓഫ് പ്രൈഡ് ടു സഫറിങ്. അതായത് ഞാൻ ഇത്രയും നാളും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവരത് മനസ്സിലാക്കി പോലും ഇല്ല. ചില അമ്മമാർ പറയത്തില്ലേ, ഇത് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ട് നീ ഇങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ചോദിക്കും, അതിൻ്റെ അർത്ഥം എന്തുവാ? നീ എന്നെ മാനിക്കണം എന്നല്ലേ അർത്ഥം? അതൊരു ഹിഡൻ പ്രൈഡല്ലേ. അപ്പോൾ ഈ സെൽഫ് പിറ്റി എന്ന് പറയുന്നത് അമ്മമാർ പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്.
പക്ഷെ മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യപ്പം അയ്യോ എനിക്കൊന്നിനും കഴിയത്തില്ല, ഞാൻ അതിന് എന്നെ കൊണ്ട് നോക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ അവരെ ഇൻഡയറക്റ്റായിട്ട് അവരെ മാനിക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് അതും ഒരു പ്രൈഡാണ്. അത് മനസ്സിലാക്കണം. ഒത്തിരി താഴ്ത്തി തന്നെത്താനെ കെട്ടിച്ചമയ്ക്കുന്നവരോട് ആത്മാവ് പറയുന്നു, അത് ദൈവത്തിൻ്റെതല്ല. നീ ദൈവത്തിൻ്റെ മകളാണ് എങ്കിൽ ആ ഉന്നത പദവി മനസ്സിലാക്കി അത് സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു വിനയം, അവിടെ ഒരു ഒഴുക്ക് തുടങ്ങും. അപ്പോൾ എൻ്റെ ഭവനത്തിൽ അനുഗ്രഹം ഒഴുകണമെങ്കിൽ ഞാൻ വാതിൽ തുറന്നിട്ട് കൊടുക്കണം. ഞാൻ തുറന്നില്ലെങ്കിൽ അത് വല്ലയിടത്തും പോകുമെന്നേ. അപ്പോൾ ഞാൻ ദൈവമകളാന്നുള്ള ബോധം എനിക്ക് ആദ്യം വന്നാലല്ലേ ഇത് തുറക്കാനുള്ള ബലം വരത്തുള്ളൂ. അല്ല ഞാൻ ഇപ്പം എൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കുക, അവരെ എല്ലാവരും വിളിച്ചു, അല്ല എന്നെയാ വിളിച്ചതെന്നുള്ള ബോധം വന്നാലല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ. ഇവിടെയൊക്കെ ഒത്തിരി മാറ്റം വരാനിരിക്കുന്നു. നമ്മളെയൊക്കെ ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഈ കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളെയൊക്കെ പേർതിൽ വിളിക്കും, ഷുവറാണ്. അപ്പോൾ നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് കടന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അപ്പോൾ സെൽഫ് പിറ്റി സൗണ്ട് സെൽഫ് സാക്രിഫൈസ്. അയ്യോ ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ച്, അതാണ് കൂടുതൽ നമ്മുടെ ആടുകളുടെ ഇടയ്ക്ക്. ഞാൻ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. അതെപ്പോഴും അതങ്ങ് എംഫസൈസ് ചെയ്ത് പറയുന്ന കേൾക്കുമ്പം എൻ്റെ തന്നെ അടുത്തിടെ ഒരാൾ സംസാരിക്കുമായിരുന്നു, അയ്യോ ഞാൻ കല്യാണം കഴിച്ച നാളെ തൊട്ട് ഞാൻ കഷ്ടപ്പാടായിരുന്നു, അങ്ങനെയാണ് അവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടായിട്ടില്ല, മറിച്ചാന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ഓർക്കണം, ഇവരുടെ അഹങ്കാരം ചെറുതൊന്നുമല്ല, പ്രൈഡ്. ഷീ വാണ്ട്സ് ടു ബി അപ്രീഷിയേറ്റ്. നിങ്ങൾ പ്രയാസത്തിലായിട്ടും അങ്ങേയറ്റം നേടിയെടുത്തല്ലോ എന്ന് കേൾക്കാനുള്ള ഒരു പ്രസക്തിക്ക് വേണ്ടിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇറ്റ് റിയലി ഓപ്പൺസ് അപ്പ് അവർ ഇന്നർ ഐ, ഇല്ലേ? ഇത് മനസ്സിലാക്കാം, നമുക്ക് എളുപ്പമാണല്ലോ ഒരാളെക്കുറിച്ച് കാണുമ്പോൾ. ചിലർ അങ്ങേയറ്റം, എന്നാൽ ചിലർ ഒത്തിരി ഉണ്ടാക്കുന്നവർ തുറന്ന് പറയും, അതിൻ്റെ ഒരു വീതം മറ്റുള്ളവരോട് കൊടുക്കും. ദാറ്റ് ഇസ് അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കും. ഞാനും പരിശ്രമിച്ചു, ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. അതേപോലെ തന്നെ സാക്രിഫൈസ് ചെയ്ത്, ശരിയാ കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം മാറാതെ നിന്ന്. സി ദാറ്റ് വെയിറ്റ് ടെൽസ് തിങ്സ്. സെയിം തിങ്ങാണ് നമ്മൾ പറയുന്നത്. പ്രൈഡ് മാറുമ്പോൾ സംസാരത്തിന് വ്യത്യാസമാണ്, നമ്മുടെ രൂപത്തിന് വ്യത്യാസമാണ്, മുഖത്തിന് വ്യത്യാസമാണ്. സെൽഫ് പിറ്റി കംസ് ഫ്രം എ സെൻസ് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് വർത്തിനെസ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് അൺഅപ്ലോഡഡ് പ്രൈഡ്. അതായത് എൻ്റെ പ്രവർത്തനം ആരും കാണാതെ പോയല്ലോ, ഞാൻ ചെയ്യുന്നത് ആരും മാനിക്കുന്നില്ലല്ലോ എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നെത്താനെ താഴ്ത്തി പറയുന്നത്. At the bottom of it all is the complex disposition of self-rule, merit and a pleasure of feeling superior to others. അതിൻ്റെ അടിയിലത്തെ ഒതുങ്ങിക്കിടക്കുന്ന കാര്യം, ഇതിൽ ഞാൻ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് അർഹതയായുള്ള വ്യക്തിയാണ്, പക്ഷെ നിങ്ങൾ തരുന്നില്ല, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയാണ്. അപ്പം പ്രൈഡും സെൽഫ് പിറ്റിയും ഒരുപോലെ വിനയത്തിന് വിപരീതമാണ്. ഇറ്റ് ഈസ് എ ഡിഫെൻസ് അഗൈൻസ്റ്റ് ഗോഡ്. അപ്പം നമ്മൾ അഹങ്കാരം കാണിക്കുന്നതും കൂടുതലായിട്ട് തന്നെത്താനെ താഴ്ത്തി പറയാന്ന് പറഞ്ഞാൽ, നീ മകളായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നിട്ട് എല്ലാവരും അയ്യോ എനിക്കിവിടെ ഒരു സ്ഥാനമില്ല, എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാനിവിടെ ഒരു വേലക്കാരിയാണ്. കർത്താവ് ഒരു നോട്ടം നോക്കും, ഞാൻ നിന്നെ മകളാക്കിയതല്ലേന്ന് ഒരു നോട്ടം. ചിലവില്ലേ ഈ ഭാര്യ ഭർത്താക്കന്മാർ എനിക്ക് ഈ വീട്ടിൽ ഒരു സുഖവും ഇല്ല, അയ്യോ അങ്ങനെയാണ്, ഞാൻ വന്ന കാലം തൊട്ട് ഞാൻ കഷ്ടപ്പാടാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഭർത്താവ് ഒരു നോട്ടം നോക്കുമ്പോൾ ഭാര്യ പെട്ടെന്ന് വായടയ്ക്കും. എന്താ? പകുതി കള്ളമാണ്, പകുതി സത്യമാണ്. ഇറ്റ്സ് റിയലി ഇറ്റ് ഈസ് ട്രൂ. സോ ഹി ഈസ് ടെല്ലിങ് it is a defiance against God as the righteous ruler, or we think we deserve better treatment, or a feeling that we are above others. അതുകൊണ്ട് ആകണ്ഠ്യ സ്ഥിതിയിലാകേണ്ടതുപോലെ എന്നെ ദൈവം മാനിച്ചിരിക്കുന്നത് തൻ്റെ മകളാക്കിയാണെങ്കിൽ, ഇതൊക്കെ യേശുള്ളവർക്കേ പറയാനൊക്കത്തുള്ളേ ആണെങ്കിൽ, അതിൽ നടക്കാൻ പഠിക്കണമെങ്കിൽ വിനയം വേണം. ഞാൻ യേശുവിൻ്റെ മകൾ, പിന്നെ യേശുവിനെ മാത്രം അനുസരിക്കുന്നു. യേശുവിനെ അനുസരിക്കുമ്പോൾ ചുറ്റുപാടുള്ള അനുസരണം വരും, കേട്ടല്ലോ. ഈ കൃപകൾ ഒഴുകാൻ യേശുവിൻ്റെ ഈ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഈ വാതിലങ്ങോട്ട് വന്ന് അർഹിക്കാതെ നമുക്ക് അവൻ്റെ നെഞ്ചിൽ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ എത്ര നാൾ ജീവിക്കുന്നത് പോലും അവൻ്റെ ഒരു കരുതൽ കൊണ്ടാണ്. പറഞ്ഞത് കർത്താവ് നമ്മുടെ കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ. അതുകൊണ്ട് ഈ അഹങ്കാരം അല്ലെങ്കിൽ പ്രൈഡ് എന്ന് പറയുന്നത് മാറിപ്പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഞങ്ങളെ ആക്കിയ സ്ഥിതിയിൽ ഈ ദരിദ്ര സ്പിരിറ്റിൽ നിന്ന് മാറ്റി മക്കളെന്ന പദവിയിൽ യോഗ്യരാക്കി മാറ്റിയപ്പോൾ ആ യോഗ്യതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനും സംസാരിക്കാനും നിനക്ക് മഹത്വം കൊടുക്കാനും ഞങ്ങളെ പഠിപ്പിക്കണം. ഞാനെന്ന ഭാവത്തിൽ കൂടെ ചിലപ്പോൾ നമ്മൾ ബോസ്റ്റ് ചെയ്യും, ഒത്തിരി അഹങ്കാരമായിട്ട്.
അതേപോലെ തന്നെ ഞാനെന്ന പാപം മറ്റുള്ളവരിൽ നിന്ന് സഹതാപം കിട്ടാൻ അല്ലെങ്കിൽ പ്രശംസ കിട്ടാൻ നമ്മളെ തന്നെ താഴ്ത്തിയും പറയും. ഇത് രണ്ടും ഞങ്ങൾക്കുണ്ട് കർത്താവേ, അത് ഞങ്ങളിന്ന് എടുത്തു കളയണം. പൂർണ്ണമായിട്ടും അതിൻ്റെ വേരോട് പറിച്ച് കളയണം. അതിൻ്റെ ആഴം ഇച്ചിരി കൂടിയതാണ്, പക്ഷേ അപ്പച്ചനെടുത്ത് കളഞ്ഞാൽ അതിൻ്റെ വേര് പോയിട്ട് ഒരംശം പോലെ അവിടെ ഇരിക്കല് കർത്താവേ. നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിൻ്റെ മുഖത്തു നിന്ന് വരുന്ന പ്രകാശം, ആ സ്നേഹത്തിൻ്റെ ആത്മാവ്, ആ വിശുദ്ധിയുടെ ആത്മാവ് ഞങ്ങളെ മക്കളാക്കിയത് ചെറിയ കാര്യമല്ല. അവിടുത്തെ രക്തം കൊണ്ട് വാങ്ങിച്ചെടുത്താണ്. ആ മറുവിലയായിട്ട് കൊടുത്ത ആ മഹത്വത്തെ മനസ്സിലാക്കി അതാ നിന്നോടൊട്ടിച്ചേർന്ന് ആദ്യ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. എൻ്റെ മക്കളെന്ന പദവിയിലേക്ക് കയറി വരാനും അതിൽ പഠിക്കാനും അതിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നാഥൻ ഈ വലിയ കാര്യം എത്ര നാൾക്ക് മുമ്പേ ചെയ്തേച്ച് എല്ലാം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞിട്ട് ഇന്നും നമ്മൾ കിടന്ന് ഇരുട്ടത്ത് നടക്കുകയാണ്. വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. ഇരുട്ട് മാറിപ്പോയിട്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ഉൽപ്പത്തി പറഞ്ഞതുപോലെ തന്നെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ. ആ വെളിച്ചം ഞങ്ങളുടെ ഇരുട്ടിനെ ഡിസ്പെൽ ചെയ്തതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിന് ഓടി വന്നതിന് സ്തോത്രം. ഈ മർമ്മങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഞങ്ങൾക്ക് പ്രയോജനത്തിനും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിനാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള നല്ല ഹൃദയം ഇട്ട് തരണം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.